ഇന്ന് നമ്മൾ ഈ വണ്ടീനെ മോഡിഫൈ ചെയ്യാൻ പോവാണ്. ഈ വണ്ടീനെ അല്ല നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ദേ ഈ ബോഡി നമ്മൾ അങ്ങെടുത്ത് മാറ്റും. ഇതാണ് കേട്ടോ നമ്മുടെ വില്ലീസിന്റെ ചേസ്. അപ്പൊ ഈ ചേസിലേക്ക് ഒരുപാട് ഫാൻസ് ഉള്ള നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ചെയ്ത ഒരു KSRTC ബസ്സാണ് കേട്ടോ നമ്മൾ പണിയാൻ പോകുന്നത്. KSRTC ബസ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ സ്കെയിൽ മോഡലും കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. ഒരു ഓഫ് റോഡ് KSRTC ബസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ആക്ച്വലി ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത ഒരു KSRTC ബസ്സാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഫോറക് ഷീറ്റിലാണ് ചെയ്യുന്നത്. കാരണം ഇത് റഫായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു റൈഡ് വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മുടെ ജീപ്പ് കണ്ടും അടുത്തെന്ന് പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ആൾക്കാർ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇത്ര ജീപ്പിനെ മാറ്റിയിട്ട് ഇതിനെ നമ്മളൊരു ബസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ വണ്ടി പണിയാൻ വേണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷർമെന്റും എടുക്കുന്നില്ല. ഈ വണ്ടിയിലേക്ക് തന്നെ വെച്ച് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് വരച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോറക് ഷീറ്റിൽ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഒക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞിരുന്നിട്ട് നല്ല പരന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇഷ്ടം. ഏകദേശം നമ്മുടെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഡോറും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം. എല്ലാം നമ്മൾ ഫോറക് ഷീറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഫ്രണ്ടും ബാക്കിയൊക്കെ നമുക്ക് കുറച്ച് സ്ട്രോങ് ആക്കണം. കുറച്ച് PVC കൂടെ യൂസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ പോകുന്ന ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഓഫ് റോഡ് ആയിരിക്കും കേട്ടോ ഈ വണ്ടിയായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. അപ്പോൾ നോർമൽ ഒരു KSRTC ബസ് പണിയുന്നതിനേക്കാൾ നമ്മൾ ഇതൊരു കൺസെപ്റ്റ് മോഡലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ KSRTCയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പെയിന്റിങ്ങും ഒക്കെ അതുപോലെ തന്നെ ചെയ്യും. പക്ഷേ ബാക്കിൽ നമ്മൾ ഇതുവരെ ഒരു ബസ്സിന് കാണാത്തൊരു സാധനം ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈൻ കണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഡിക്കിയാണ് കേട്ടോ. ഡിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മുടെ പിക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള പോലത്തെ ഒരു റോൾ ഗേജ് ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് 3 mm പീസിലാണ് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു മെഷർമെന്റ് അറിയാൻ, ഇത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്തെടുത്ത പീസാണിത്. അപ്പോൾ നമ്മൾ ഈ കട്ടി പോരാ, കാരണം ഇത്രയും വലിയ വണ്ടിയാണ്, അതുപോലെ ഹെവി ആയിട്ട് ഓഫ് റോഡ് പോകേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ 5 mm ഫോറക് ഷീറ്റിൽ ഈ സെയിം പീസ് 2 കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ടാസ്ക്. നമുക്കിത് വെച്ചിട്ട് ഇതിന്റെ ഫ്രണ്ട്, ടോപ്പ്, അതുപോലെ തന്നെ ബാക്ക് സൈഡ്, ഈ 3 സ്ട്രക്ചറും ഏകദേശം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഓൾമോസ്റ്റ് സെറ്റ് ആകും. കാരണം വണ്ടിയുടെ ഒരു ഷേപ്പ്, നല്ലൊരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശരിക്കും ബസ്സൊക്കെ ഉണ്ടാക്കുന്നവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ ചീത്ത വിളിക്കായിരിക്കും. കാരണം ഇതിന് മെഷർമെന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് അങ്ങ് വരയ്ക്കുക, കട്ട് ചെയ്യുക, ഒട്ടിക്കുക, എന്നിട്ട് ബാക്കി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുക. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബസ്സല്ല, അപ്പോൾ ഒരു കൺസെപ്റ്റ് ബസ്സാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേട്ടോ. പക്ഷെ പക്ക ഓഫ് റോഡ് സ്പെക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കി കൂടെ നമുക്ക് വരച്ചിട്ട് പെട്ടെന്ന് ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കാവേ. ഇതിപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഒരു സൈഡ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം അല്ല, ജസ്റ്റ് സ്ട്രക്ചർ ആയിട്ടുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് കർവ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു സാധനം ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കായിരിക്കും ഇത് ഫിനിഷ് ആവുകയാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡ് പോകാൻ വേണ്ടി ഇനി വേറെ 4 ദിവസമുള്ളൂ. അപ്പോൾ 4 ദിവസം കൊണ്ട് നമുക്ക് തീർത്താലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ തീർക്കും കേട്ടോ. മാക്സിമം പെർഫെക്ഷൻ നമ്മൾ നോക്കുന്നില്ല. ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടുക, ഒരു പക്ക കട്ട ഓഫ് റോഡ് ലുക്ക്, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനൊന്നും പ്രത്യേകിച്ച് മെഷർമെന്റ് ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. നമ്മളൊരു റഫായിട്ട് അങ്ങ് ചെയ്യുവാണ്. അതിനുശേഷം വളരെ കെയർഫുള്ളായിട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പീസ് കംപ്ലീറ്റ് വേസ്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബെൻഡ് ചെയ്ത് വെച്ച പീസ് നമ്മൾ ചെറുതായിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ബാക്കി നമുക്കിവിടെ സ്ട്രക്ചർ വരുമ്പോഴത്തേക്കിനും ഇത് വളഞ്ഞ് തന്നെ സ്ട്രോങ് ആയിട്ട് നിന്നോളും. ജസ്റ്റ് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് 2 പീസിന്റെ ബെൻഡ് കണ്ടല്ലോ, ഏകദേശം ഒരുപോലെ വന്നിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ വരുന്നത്. ഇത് ഹൈറ്റ് ഇവിടെ ഇതായിരിക്കില്ല, ഇതിലും കൂടും, 2 സൈഡിലും ഹൈറ്റ് കൂടും. അതുപോലെ ഫ്രണ്ടിന്റെ ഒരു ഷേപ്പ് വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തെ സ്പേസ് ജസ്റ്റ് എടുത്തിട്ട് 19 സെന്റിമീറ്റർ സംതിങ് ആണ്. അപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് ടെമ്പററി ആയിട്ടൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു ബേസിക് ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ടെമ്പററി ആയിട്ട് ഒട്ടിച്ചേക്കുന്നതാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഷേപ്പും ആ ഒരു മെഷർമെന്റും ഒക്കെ കിട്ടാൻ വേണ്ടി ഈ ഒരു ഷേപ്പാണ് കേട്ടോ നമ്മുടെ ബസ്സിന് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ചേസിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം, എങ്ങനെയാ മാച്ചാണോ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഹൈറ്റ് പൊങ്ങി നിൽക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മളിവിടെ സപ്പോർട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ വീലയിലേക്ക് തന്നെ വെച്ചേക്കണം കേട്ടോ, നമുക്കൊരു ഷേപ്പ് ഒന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതേ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബസ്സിന്റെ ഒരു ഏകദേശം ഒരു ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇനി ഇതിനെയൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. അതുമല്ല കുറച്ച് പാർട്സും കൂടെ നമുക്ക് ഫ്രണ്ടിലെ കാര്യങ്ങളും ഇത് നമ്മുടെ ബസ്സിന്റെ ഫ്രണ്ടിലെ പോർഷനും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 5mm 2 പീസ് ഒട്ടിച്ചിട്ട് അത്യാവശ്യം കട്ടിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് കർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കവറിങ്ങും കൊടുത്തിട്ടുണ്ട് ഒരു ഓഫ് റോഡ് ലുക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് കേട്ടോ. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും 4x ഷീറ്റ് തന്നെയാണ്. 4x ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഓഫ് റോഡ് പോകുന്ന സമയത്ത് വല്ല മറിയോ അല്ലെങ്കിൽ എവിടെയും നല്ല ഇടിയോ ഒക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോകും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നമുക്കിത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ പെയിന്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാകും കേട്ടോ. നമ്മൾ പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ച് 2-3 കോട്ട് അടിക്കുന്നതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ 4 വീലാർച്ചും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഒരു ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെച്ച് കാണിച്ചു തരാം. വീലാർച്ചിന് നമ്മൾ 5mm തന്നെ 4x ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാക്കിലെ വീലാർച്ച് വരുന്നത്. ഇതുപോലെ തന്നെ 4 സൈഡിലും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വിൻഡോസ് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷട്ടർ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പക്ഷേ നല്ല സമയം എടുക്കും. എന്തായാലും നമുക്ക് അധികം സമയമില്ല. ഇത് വണ്ടി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഓഫ് റോഡ് ഓടിക്കാൻ പോകേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഈസി വഴിക്ക് വേണ്ടി 4x ഷീറ്റിൽ ഇതുപോലെ നമ്മൾ വരച്ചിട്ട് ഒരു ഷട്ടറിന്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ മുകളിലത്തെ പീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒട്ടിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പീസ് ഇതിനകത്ത് ഇത്രയും വിൻഡോസിനെ കവർ ചെയ്ത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഷട്ടറിന്റെ ലുക്കൊക്കെ ഉണ്ട്. ഇതിന് നമ്മൾ സെപ്പറേറ്റ് വേറൊരു പെയിന്റ് ആയിരിക്കും അടിക്കുന്നത്. നമ്മുടെ KSRTC ഉള്ള പോലെ തന്നെ ഒരു നീല പെയിന്റ് ആയിരിക്കും അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് റിയലിസ്റ്റിക് ലുക്ക് തോന്നുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 2 പീസ് നമ്മൾ ഇപ്പോൾ ഒട്ടിക്കുന്നില്ല, കാരണം നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ പരിപാടികളുണ്ട്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പീസ് നമ്മളിപ്പോൾ അങ്ങ് ഒട്ടിക്കുവാണ്. ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ടോപ്പ് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കാരണം അകത്തെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് നമുക്ക് ഒട്ടിച്ചേക്കാം. നമ്മുടെ ബസ്സിന്റെ ഫ്രണ്ട് പോർഷൻ ഫസ്റ്റ് സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് പണിയുണ്ട്. നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഒരു ബേസിക് സ്ട്രക്ചർ അത്യാവശ്യം നല്ല രീതിയിൽ പെയിന്റ് ചെയ്യുക, ഇതാണ് നമ്മുടെ എയിം. ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് ഒരു സ്ട്രക്ചറൂടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രില്ലൂടെ ഫിറ്റ് ചെയ്യുന്ന സംഭവം റെഡിയാണ് കേട്ടോ ഫ്രണ്ട് സൈഡ്. ഇനിയിപ്പോൾ പണിയുള്ളത് ബാക്കിലാണ്. ബാക്കിൽ നമ്മൾ ഇതുപോലെ ഒരു പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതപ്പോൾ ഇവിടെയും കൂടെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഡിക്കിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം. അപ്പോൾ ഇതും കൂടെ ഒട്ടിക്കാവേ. അങ്ങനെ ഫ്രണ്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുകളിലത്തെ ഒരു പോർഷൻ 2 പീസാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അത്യാവശ്യം കട്ടിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് ഇവിടെ ഇനി മുകളിലേക്ക് ഒട്ടിക്കണം. ശരിക്കും പറഞ്ഞാൽ മാക്സിമം വെയിറ്റ് കുറയ്ക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് കേട്ടോ നമ്മൾ 4x ഷീറ്റിൽ ചെയ്തത്. പക്ഷേ സംഭവത്തിന് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. കാരണം ഈ ഒരു പീസൊക്കെ 5mm 2 പീസാണ്. അപ്പോൾ ഇതിന് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ വെയിറ്റ് കൂടുമ്പോൾ വണ്ടിയുടെ ആക്ഷൻ ഭയങ്കര രസമായിട്ട് വരും കേട്ടോ. നമ്മുടെ സസ്പെൻഷൻ നല്ല രസമായിട്ട് വർക്ക് ചെയ്യും. മറിയാതെയൊക്കെ മാക്സിമം കെയർഫുൾ ആയിട്ട് ഓടിക്കണം. അത് മാത്രമേ അതിനകത്ത് റിസ്ക് എലമെന്റ് ഉള്ളൂ. അതിനുശേഷം ബാക്ക് സൈഡ് കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഒട്ടിക്കും ആദ്യം. അതിനുശേഷമുള്ള ഫുള്ള് ഗം ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് വെറൈറ്റി പ്ലാൻസ് ഇതുപോലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സക്സസ് ആവുമെന്ന് അറിയത്തില്ല, എന്താണെന്ന് നമ്മൾ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചേസയിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ ബാക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഓക്കെ, വലിയ കുഴപ്പമില്ല. കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇതറിയാൻ പറ്റത്തില്ല. ആക്ച്വലി വണ്ടി ഇത്രയും പൊങ്ങിയാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ചേസിൻ്റെ ഈ ഒരു പോർഷൻ ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് ആണ് കേട്ടോ. ഇവിടെ സെർവോ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ജീപ്പ് വെക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ബോഡിയിൽ തന്നെയാണ് ശരി ഇങ്ങോട്ടുള്ള നമ്മുടെ ഗ്രില്ലും ബമ്പറും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പോർഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പീസ് PVC തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, നമ്മളൊരു എക്സ്പെരിമെന്റ്
എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ സാധനം എന്താണെങ്കിലും റിസൾട്ട് കറക്റ്റ് ആയിട്ട് വന്നു. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇവിടെയാണ് കേട്ടോ നമ്മുടെ സെർവോ വരുന്നത്. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഊരി ഇട്ടേക്കുവാണ്. അപ്പോൾ സെർവോ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 4 സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് കറക്റ്റ് ഇത് കയറ്റി വെച്ചിട്ട് ഇവിടെ സ്ക്രൂ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ബമ്പറിൻ്റെ ഒരു ലുക്കും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗാർഡും കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വണ്ടിയുടെ ഫ്രണ്ടൊക്കെ തട്ടിക്കഴിഞ്ഞാലും PVC ആയതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. ഇതും പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി മൗണ്ട് ചെയ്യാനുള്ള പോർഷൻ ഉണ്ടാക്കാനായിട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. അത് ഉണ്ടാക്കാനല്ല സമയം എടുത്തത്, അത് എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരു 4 പീസുകളാണ് കേട്ടോ നമ്മൾ ബോഡി മൗണ്ട് ചെയ്യുന്നത്. ഇത് ശരിക്കും സിംഗിൾ പീസ് ആയിരുന്നു ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ ഒരു 3-4 പ്രാവശ്യം ട്രയൽ ചെയ്താൽ ഫസ്റ്റ് നമ്മൾ ഹാങ്കറിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുത്തത്. അത് സക്സസ് ആയില്ല, കാരണം അത് ഇച്ചിരി ഫ്ലെക്സിബിൾ ആണ്. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഇതിനാണ് ശരിക്കും നല്ല സമയം എടുത്തോട്ടെ. ഇത് ഞാൻ വെച്ച് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ ബോഡിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഓരോ ഹോളുണ്ട്. അതുപോലെ സൈഡിൽ നിന്ന് തന്നെ സ്ക്രൂ ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ലെവലിൽ ബാക്കിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡി വെക്കുന്ന സമയത്ത് ബോഡി എവിടെയെങ്കിലും സൈഡിലൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തട്ടുന്ന സമയത്ത് ചെറിയ ബെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്വിസ്റ്റ് ആവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബോഡി പൊട്ടിപ്പോകും, കാരണം ഫോറക് ഷീറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇതാകുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ സേഫ് ആണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പോർഷൻ കണ്ടല്ലോ, ഇത് നമ്മൾ ജസ്റ്റ് ഇവിടെ കയറ്റിയിടും. ബാക്കിലും വരുന്നുണ്ട് 2 പീസ്. ഈ 4 പീസിലാണ് നമ്മൾ ബോഡി മൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോഡിയുടെ ഏറ്റവും ഹാർഡായിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പിലെ പോർഷനാണ്. അപ്പോൾ ടോപ്പിലെ പോർഷൻ ഇതേ ഒന്ന് ടച്ച് ചെയ്ത് നീക്കി മുകളിൽ നിന്ന് നമ്മൾ സ്ക്രൂ ചെയ്യും. ഇതാണ് കേട്ടോ നമ്മൾ പ്ലാൻ. അതുപോലെ ഫോറക് ഷീറ്റിൽ സ്ക്രൂ ചെയ്യാൻ ഇച്ചിരി ടഫാണ്. അതുകൊണ്ട് നമ്മൾ PVCയുടെ 2 ഷീറ്റുകൾ ഉണ്ടാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വരും. ഇതുണ്ടല്ലോ, ഒരു പീസ് അകത്തും വരും. അതുപോലെ തന്നെ നമ്മൾ ബോഡി വെച്ചിട്ട് മുകളിലും ഒരു പീസ് തന്നെ കൊടുക്കും. ബസ്സിന്റെ ഒരു പോർഷൻ ആണെന്നുള്ള രീതിയിൽ തന്നെ തോന്നുന്ന പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ലുക്ക് വൈസിൽ ഇച്ചിരി ബോറാകരുതല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബോഡി എടുത്ത് ജസ്റ്റ് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ കറക്റ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇത് കണ്ടല്ലോ, തിരിഞ്ഞു പോയി. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് സെൻറ്റർ ആക്കി വെക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആക്ച്വൽ ഹൈറ്റ്. നമ്മൾ ഫുള്ള് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു ഹൈറ്റിലായിരിക്കും വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുത്ത സമയത്ത് നമ്മുടെ സസ്പെൻഷൻ ഫുള്ള് വർക്ക് ആയി കഴിഞ്ഞാലും ബോഡിയിൽ ടച്ച് ചെയ്യാത്ത പോലെയാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടല്ലോ, ഏകദേശം കറക്റ്റ് ഇവിടെ വന്ന് നിൽക്കും. കാരണം അതാണ് വണ്ടിക്ക് സേഫ്. കാരണം ഫോറക് ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്രോളിംഗ് വീഡിയോ ഒക്കെ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ക്രോളിംഗ് ആയിരിക്കും. നമുക്കിതൊന്നും കംപ്ലീറ്റ് നോക്കി നിൽക്കാനുള്ള സമയം കിട്ടത്തില്ല. ആ സമയത്ത് ടയർ ഇതേലും ഒന്ന് ഉരഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മുമ്പിലോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ചിലപ്പോൾ തേഞ്ഞ് പോകും കേട്ടോ, കാരണം ഫോറക് ഷീറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. ബമ്പർ വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബമ്പർ ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് ബമ്പർ വരുന്നത്. ഇതിൽ നമ്മളൊരു ഗ്രില്ലും ചെയ്യുന്നുണ്ട്. പറ്റുവാണെങ്കിൽ 2 എക്സ്ട്രാ ഹെഡ്ലൈറ്റും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ള സാധനങ്ങളൂടെ പെട്ടെന്ന് ഫിക്സ് ചെയ്യാവേ. നമ്മൾ വീൽ ആർച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ഫോറക് ഷീറ്റിൽ തന്നെ ഇതുപോലൊരു ഷേപ്പ് ഓൾറെഡി ഉണ്ടാക്കി എടുത്തായിരുന്നു. ഇവിടെയൊക്കെ സാൻഡ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ആക്കിയായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഓർത്തത്, കാരണം നമ്മൾ വണ്ടി ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇടി കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം. കാരണം നമ്മൾ ഒരു കല്ലേ കൂടെ ഒക്കെ ചാടി ഇറങ്ങി കഴിയുമ്പോൾ വണ്ടി ചെരിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിൽ കിടക്കുന്ന കല്ലേലും കാര്യങ്ങളിലൊക്കെ നല്ലതായിട്ട് ഉരയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോറക് ഷീറ്റ് മാറ്റിയിട്ട് സെയിം ഷേപ്പ് PVCയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 2 പീസ് PVC ആണ് കേട്ടോ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. അതിനെ നമ്മൾ സാൻഡ് ചെയ്ത് എല്ലാം പ്രോപ്പർ ആക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ കുറേ പാർട്സ് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ വെക്കാൻ റോൾ ഗേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഫൈനൽ ആയിട്ടില്ല, ഇവിടെയൊക്കെ നമുക്ക് ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിന് ശേഷമായിരിക്കും നമ്മൾ ബാക്കിയുള്ള വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മുടെ ബസ്സിന്റെ ആ ഒരു കമ്പി ഉണ്ടല്ലോ നമ്മുടെ KSRTC അത് ചെയ്യാൻ വേണ്ടി വുഡിന്റെ തന്നെ ഒരു പീസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇതിന് ഇച്ചിരി വണ്ണം കൂടുതലാണ്. ഇവിടെ എന്താ ഫിക്സ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എന്നാലും ഇത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും ചെയ്യുന്നത്, കാരണം ഇതിനൊക്കെ വേറെ പെയിന്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ വീലാർച്ച് എല്ലാം ഫിറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്നാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. സാധാരണ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ സമയം ഇരുന്ന് ആലോചിച്ച് ആദ്യം ഒരെണ്ണം എടുത്ത് വെച്ച് എല്ലാം പ്രോപ്പറാക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ റഫായിട്ട് അങ്ങ് ചെയ്യുവാണ്. ഈ ഒരു ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, പിന്നെ ജെല്ല് ടൈപ്പാണ്, പെട്ടെന്ന് അങ്ങനെ ഒഴുകി പോകത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഗ്ലൂ കുറച്ചുകൂടെ ബെറ്റർ ആണ് കേട്ടോ ഇത് ഒട്ടിക്കാൻ വേണ്ടി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ തന്നെ ഒട്ടിപ്പോവും. അതുകൊണ്ട് ഏകദേശം കറക്റ്റ് പൊസിഷൻ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് ഒരെണ്ണം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാം കൂടെ നമുക്ക് ഒട്ടിക്കണം. അതുപോലെ തന്നെ ബാക്കിലെ റോൾ ഗേജ് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം, ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പാർട്ടാണ് കേട്ടോ വണ്ടിയുടെ വീലാർച്ച്. കാരണം വണ്ടീനെ ലുക്കിനെ, ഈ വണ്ടി മാത്രമല്ല ഒറിജിനൽ വണ്ടിക്കാണെങ്കിലും
വീലാർച്ചിൻ്റെ ഇതനുസരിച്ച് വണ്ടിയുടെ ലുക്ക് ഭയങ്കരമായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ കട്ടിങ് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഒരുപാട് വെയിറ്റ് ആയി പോകും വണ്ടിക്ക്. അതുകൊണ്ട് നമ്മൾ ഇത്രയും കട്ടിലേ ചെയ്തിട്ടുള്ളൂ, കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് പാർട്സ് അങ്ങനെ PVC തന്നെ ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് സ്ട്രോങ് ആക്കണം. കാരണം ഇതിപ്പോൾ ഫോറക് ഷീറ്റാണ്. ഇപ്പോൾ കല്ലൊക്കെ വന്ന് തട്ടുന്ന സമയത്ത് ഇവിടെ വീല് പൊങ്ങിയിട്ട് താഴേക്ക് വീഴുന്ന സമയത്ത് ഇവിടെ നല്ല രീതിയിൽ ഇടിക്കും. കാരണം നമ്മുടെ വില്ലീസിനൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രണ്ട് നമ്മൾ ശ്രദ്ധിക്കും, പക്ഷേ ഇവിടെ നമ്മൾ അത്ര സേഫ് ആയിട്ട് നോക്കത്തില്ല. അതുകൊണ്ട് ഇവിടെയും കൂടെ ഒരു പീസ് നമ്മൾ PVC ഒട്ടിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, മുകളിൽ ഒരു പീസ് നമ്മുടെ KSRTC ഉള്ള പോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളോട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബസ് ലവർ ആണെങ്കിൽ, KSRTC ഫാൻ ആണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. കാരണം ഈ വണ്ടിയുടെ കുറേ അപ്ഡേറ്റ്സ് ഇനി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഇത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ഔട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ഒറിജിനൽ ഒരു സ്കെയിൽ മോഡൽ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ ചെയ്യാത്ത സാധനമാണ്, അത് നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫൈനൽ അസംബ്ലിംഗ് ഒന്ന് ചെയ്തിട്ട് ഇതിനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ശരിക്കും വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇതുവരെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഓടിക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു ബാലൻസിങ്ങോ വണ്ടി മറിയുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുമോ എന്ന് അറിയത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ബമ്പർ കണ്ടല്ലോ, അത്യാവശ്യം നല്ല ഹെവിയാണ്. ഇതുണ്ടല്ലോ, ഇവിടെ നമ്മൾ 2-3 ലെയർ PVC ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷൻ മാറാതിരിക്കാനും അത്യാവശ്യം സ്ട്രോങ് ആകാനും. അത്യാവശ്യം നല്ലൊരു ഇടി കിട്ടി കഴിഞ്ഞാലും ഇത് താങ്ങിക്കൊള്ളും കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊരു ക്രാഷ് ഗാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹാങ്കർ കട്ട് ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ച് ചെരിഞ്ഞിട്ടാണ് കേട്ടോ ഫിക്സ് ചെയ്യുന്നത്. അത് സ്ക്രൂവിൽ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ ക്രാഷ് ഗാർഡും സെറ്റ് ആയിട്ടുണ്ട്. സ്ക്രൂവിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് അടിയിലാണ്, അതുകൊണ്ട് ഇത് കാണത്തില്ല. ഇത് ഇച്ചിരി ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ഒരു പൊസിഷനിലാണ് കേട്ടോ നമ്മുടെ ബമ്പർ വരുന്നത്. ഇനിയിപ്പം ഇതിനെ നമുക്ക് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യണം. ഇത് നമ്മുടെ ബോഡിയായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല കേട്ടോ. ഇത് കംപ്ലീറ്റ് നമ്മുടെ ചേസിൽ തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോഡീനെ അഫക്ട് ചെയ്തില്ല കേട്ടോ. ഇതുണ്ടല്ലോ, നമ്മുടെ സെർവോ നമ്മൾ ഊരിയിട്ടേക്കാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ ഇവനെ ഫിക്സ് ചെയ്യുന്നത്. ഈ ടൈപ്പ് 4 സ്ക്രൂ ആണ് നമ്മൾ സെർവോനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ ഇതിനെ കയറ്റിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള തോന്നിയ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. പക്ഷേ നമ്മുടെ ആക്ച്വൽ വണ്ടീനെയോ നമ്മുടെ ചേസിനെയോ നമ്മുടെ ബാക്കി മെക്കാനിസത്തിനെയോ ഒന്നും അഫക്റ്റ് ചെയ്യാതെ വേണം നമുക്ക് ചെയ്യാൻ വേണ്ടി. വണ്ടിയിൽ വേറെ സ്ട്രെയിൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വില്ലീസ് തന്നെ പണി കിട്ടും കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു സാധനമൊക്കെ മാറണമെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ടയർ മാറിയത്, ഇതിൻ്റെ കൂടെ സ്റ്റോക്ക് കിട്ടുന്ന ടയർ ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ 4 ടയറാണ് വരുന്നത്. ഇത് കണ്ടല്ലോ, നല്ല ക്ലാസിക് ലുക്കാണ്, നല്ല സ്കെയിൽ മോഡലാണ്. പക്ഷേ നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കുറവാണ്, നല്ല സോഫ്റ്റ് ടയർ ആണ്. അപ്പോൾ ഈ ടയർ മാറാൻ വേണ്ടി നമ്മളിത് ഈ ഇട്ടേക്കുന്ന ടയറിന്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ടയറിന് ഏകദേശം 7500 രൂപ കൊടുത്തിട്ടാണ് നമ്മളിത് യൂസ്ഡ് ടയർ മേടിച്ചത്. ഈ 4 ടയറും ഈ അലോയും കൂടെ. നമ്മൾ ഇതിൻ്റെ ഷോക്ക് ഓയിൽ മാറിയായിരുന്നു. ഷോക്ക് ഓയിലിന് ഏകദേശം 1200 രൂപ വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. ചെറിയൊരു 100 മില്ലിയുടെ ബോട്ടിലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതിനകത്തെ സാധനങ്ങൾ, നമ്മൾ ഫിക്സ് ചെയ്ത സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാവുന്ന പോലെ നമുക്ക് ഫിക്സ് ചെയ്യാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കിതിനെ പിന്നെ വില്ലീസാക്കി കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനോ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്തേക്കുന്ന സാധനങ്ങളൊന്നും പെർമനൻ്റ് അല്ല. നമുക്കെല്ലാം ഊരി എടുത്തിട്ട് നമ്മുടെ പഴയ രീതിയിൽ ഇതിനെ സ്റ്റോക്കായിട്ട് ചെയ്യാവുന്ന ഒരു സെറ്റപ്പിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമയം കൂടുതലെടുത്തത്. കാരണം ഇതിലേക്ക് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാനൊക്കെയാണ് നമുക്ക് ഭയങ്കര ഈസിയാണ്. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ 2 വണ്ടി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു KSRTC ഉണ്ട്, ഒരു വില്ലീസ് ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ, ഈ ഒറ്റ ചേസിൽ തന്നെ. അപ്പോൾ അത് ഈ പാർട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇതെന്തോ ഒരു സ്ട്രോങ് ആണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ബോഡി ഇങ്ങനെ പിടിച്ചെടുത്തേ, വണ്ടിയുടെ ഫുൾ വെയിറ്റ് ഏകദേശം 3 കിലോയോളം വെയിറ്റ് ഈ ബമ്പർ കംപ്ലീറ്റ് താങ്ങുന്നുണ്ട്. തൽക്കാലം നമ്മൾ 2 സ്ക്രൂ ഇട്ടിട്ടുള്ളൂ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. ബാക്കിയെല്ലാം നമുക്ക് എന്താണെങ്കിലും ദൂരെ എടുത്തിട്ട് പെയിന്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ബോഡി ഫിക്സ് ചെയ്യുന്നതിന് ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, നമ്മൾ മുകളിൽ 2 PVCയുടെ പാർട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് പെർമനന്റ് ആയിട്ട് ഒട്ടിച്ചേക്കുവാണ്. അതുപോലെ തന്നെ ഇതിനകത്തും നമ്മൾ ആ സെയിം പൊസിഷനിൽ PVCയുടെ 2 പീസ് കൊടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം ബോഡീനെ ഒന്ന് സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടി. പിന്നെ ചെയ്തത്, ഇവിടെ നമ്മൾ ഈ 2 സൈഡിൽ നിന്നും, ഈ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു കമ്പി തുളച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കാണാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. അതുമല്ല, നമ്മൾ മുകളിൽ നിന്ന് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈറ്റ് ആയിട്ട് PVC ആയതുകൊണ്ട് ടൈറ്റ് ആയിട്ട് ചെയ്യാം. ഫോറക് ഷീറ്റ് ആയിട്ട് നമ്മൾ ടൈറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുളഞ്ഞങ്ങ് പോകും കേട്ടോ. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അവിടെ ഇച്ചിരി പുട്ടി ഇട്ടിട്ടുണ്ട്. പുട്ടി ഇടുന്നത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല പണിയാണ്. ഫിനിഷിങ് നല്ല രസമാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഈ ലുക്ക് എന്താണെന്നറിയില്ല, പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ മാറും. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലും നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബോഡിയും കൂടെ ഫിക്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഏകദേശം പൊസിഷൻ കേട്ടോ. അപ്പോൾ മുകളിലും കൂടെ നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോവാണ്. മുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ നമ്മുടെ സ്ക്രൂ ആണ് കേട്ടോ. കുറച്ച് നീളത്തിലുള്ള സ്ക്രൂ വേറെ നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ട് സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലൂടെ 2 ഇട്ട് കൊടുക്കാനുണ്ട്. റോൾ ഗേജിന് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഇതിനിങ്ങനെ കയറ്റി ഇടുവാണ് കേട്ടോ. ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കമ്പിയിൽ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് കയറ്റി ഇടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ട രീതിയിലേക്ക് നമ്മൾ ഈ റോൾ ഗേജും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇടാൻ പ്ലാൻ ഉണ്ട്. ടൈം കിട്ടുമോയെന്ന് അറിയത്തില്ല. നമ്മൾ നാളെയാണ് കേട്ടോ റൈഡ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു സാധനം ബമ്പറാണ്. അപ്പോൾ അത് വരുന്നത്
ഈ ഒരു രീതിയിലാണ്. ഇത് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യുന്നില്ല, പെയിന്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ നമ്മളിത് ഫിക്സ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ബാക്കിൽ ഒരു ടെയിൽ ലാമ്പിന്റെ സെക്ഷൻ കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോർച്യൂണറിന്റെ പഴയ ബ്രേക്ക് ലൈറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. ഇതിന് നമുക്ക് പെയിന്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഞാൻ നമ്മുടെ പഴയ ടയർ എടുത്ത് ചുമ്മാ ഇങ്ങനെ ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇതേ രസമുണ്ട് കേട്ടോ. അതുണ്ടല്ലോ വണ്ടിയുടെ ലുക്ക്. ചുമ്മാ വെച്ചതാണ്. അത് ഫിക്സ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ മുകളിലൊരു കാരിയർ, അതുപോലെ ഫ്രണ്ടിൽ കുറച്ച് അടിപൊളി ഹെഡ്ലൈറ്റ്സ്, ഇതെല്ലാം നമ്മുടെ പ്ലാനിലുണ്ട്. പക്ഷെ എല്ലാത്തിനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. ഇനി എന്തായാലും നമ്മൾ വണ്ടീനെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. നമ്മൾ വളരെ ജെന്റിൽ ആയിട്ടുള്ള ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. കാരണം എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ പെയിന്റ് ചെയ്യുമ്പോഴത്തേക്കിനും അത്ര ലുക്ക് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. ഫ്രണ്ടും കാര്യങ്ങളൊന്നും തട്ടുന്നില്ല എന്താണേലും. ഇതുണ്ടല്ലോ, അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റമാണ് കേട്ടോ. കൂളായിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. ഇതുണ്ടല്ലോ, എങ്ങും മുട്ടിക്കുന്നില്ല തൽക്കാലത്തേക്ക് നമ്മൾ പെയിൻറ്റിങ് കഴിയുന്നതിനും വരെ. ചെറിയുമ്പം എനിക്കൊരു ടെൻഷനുണ്ട് കേട്ടോ, മറിയോ എന്നുള്ളത്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച എത്ര പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി നല്ല രീതിയിൽ ബാലൻസ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ ആർട്ടിക്കുലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തോരം ചെരിയാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം കേട്ടോ. ചിലപ്പോൾ മറിയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റുവാണ്. ഇത് കണ്ടല്ലോ, ഫ്രണ്ടിൽ ബമ്പർ നമ്മൾ അത്രയും പൊക്കി വെച്ചേക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. എവിടെയും തട്ടുന്നില്ല. അത് മറിഞ്ഞെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. എന്താണെങ്കിലും മറിഞ്ഞിട്ടില്ല. ജസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ വണ്ടി. ഓക്കെ, മറിയാൻ നല്ല ചാൻസ് ഉണ്ട്. മറിഞ്ഞിട്ടില്ല. ഓക്കെ, സേഫാണ്. ഇതുകൊണ്ടല്ലോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടിക്ക് അത്യാവശ്യം ബാലൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ തിരിച്ചാലും മറിയുന്നില്ല. അപ്പോൾ വണ്ടി എന്താണെങ്കിലും സേഫാണ്. അപ്പോൾ വണ്ടി നിങ്ങൾ കണ്ടല്ലോ. അതിനാൽ നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ പെയിൻറ്റിംഗ് ആണ് ബാക്കിയുള്ളത്. നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് നമ്മുടെ പെയിൻറ്റിങ്ങും ബാക്കി ഡീറ്റെയിലിങ്ങും അടുത്ത വീഡിയോസിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ.